മഹാനരായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ അല്പനാളുകൾ കഴിഞ്ഞിട്ട് ഒരു സർപ്രൈസ് വിസിറ്റിന് വേണ്ടി ഷാമിലെ ഹിംസിലേക്ക് വരികയാണ്. അതേ, ഇന്നത്തെ സിറിയയുടെ ഭാഗമാണ് ഹിംസ്. ആ ഹിംസിലേക്ക് വരികയാണ്. ഹിംസിലെ ജനങ്ങളുടെ സ്വഭാവം കുറെ അധികം ആവലാതിക്കാരാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഗവർണറെ കുറിച്ച് വല്ല കംപ്ലൈന്റുമുണ്ടോ? എന്തെങ്കിലും കംപ്ലൈന്റ് പറയാനുണ്ടോ നിങ്ങളുടെ ഗവർണറെ കുറിച്ച്? അവര് പറഞ്ഞു, അതെ യാ അമീറൽ മുഅ്മിനീൻ, 4 പരാതി ഞങ്ങൾക്ക് പറയാനുണ്ട്. മഹാനായ സഈദ് ബിൻ ആമിർ തങ്ങളെ കുറിച്ച് 4 കംപ്ലൈന്റ് പറയാനുണ്ട്. ഉടനെ ഉമറുൽ ഫാറൂഖ് തങ്ങൾ മനസ്സിൽ കരുതുകയാണ്, പടച്ചവനെ, എന്റെ നല്ല ധാരണയൊന്നും മാറിപ്പോകല്ലേ അല്ലാഹ് എന്നാലോചിച്ചുകൊണ്ട് മഹാനായ സഈദ് തങ്ങളെ വിളിക്കുകയാണ്. സഈദ് തങ്ങൾ വരുന്നു. ജനസമക്ഷത്തിൽ വെച്ച് അമീറിനോട് ചോദിക്കുകയാണ്, മാ തശ്കൂന മിൻ അമീരിക്കും, നിങ്ങൾക്ക് ഈ അമീറിനെ കുറിച്ചുള്ള കംപ്ലൈന്റ് എന്താണ്? രാഷ്ട്രീയത്തിന്റെ കുതിരക്കച്ചവടം നടത്തിയിട്ട് മതത്തെ ദുരുപയോഗം ചെയ്യുന്ന ആധുനിക ഭരണവ്യവസ്ഥിതിയുടെ ആളുകൾ ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെ ഇസ്ലാം ലോകത്തിനു നൽകിയ രാഷ്ട്രീയം അക്രമത്തിന്റെ രാഷ്ട്രീയമല്ല. ഇസ്ലാം ലോകത്തിനു നൽകിയ രാഷ്ട്രീയം അനീതിയുടെ രാഷ്ട്രീയമല്ല. ഇസ്ലാം ലോകത്തിനു നൽകിയ ശുദ്ധമായ രാഷ്ട്രീയത്തിന്റെ ഉപമയാണ് അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ചോദിച്ചു, എന്താ നിങ്ങൾക്ക് അമീറിനെ കുറിച്ചുള്ള കംപ്ലൈന്റ്? അപ്പോൾ അവർ പറഞ്ഞു, ലാ യഖ്റുജു ഇലൈനാ ഹത്താ യതആലൻ നഹാർ, നേരം വെളുത്തൽപ്പം പുലർന്നാലല്ലാതെ, നേരമൽപ്പം വെളുത്ത സൂര്യൻ ഉയർന്നാലല്ലാതെ ഞങ്ങളുടെ ഗവർണർ പുറത്തേക്ക് വരാറില്ല. ചോദിച്ചു, അല്ലയോ സഈദേ, ഈ കംപ്ലൈന്റ് ശരിയാണോ സഈദ്? ഫസകത ഖലീലൻ, അല്പനേരം മൗനം ദീക്ഷിച്ചിട്ട് പറയാണ്, വല്ലാഹി ഇന്നി കുന്തു അക്റഹു അൻ അഖൂല ദാലിക്, ഇത് പറയാൻ എനിക്കിഷ്ടമില്ല, പക്ഷേ ഒരു നീതിപീഠത്തിന്റെ മുമ്പിൽ വെച്ച് ചോദിക്കുമ്പോ പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ട് പറയട്ടെ. ഫഇന്നഹു ലൈസ ലി അഹ്ലി ഖാദിമുൻ, എനിക്കൊരു പരിചാരകനില്ല. ഫഖൂമു ഫീ കുല്ലി സ്വബാഹിൻ, എല്ലാ രാവിലെയും എഴുന്നേറ്റിട്ട് റൊട്ടി ഉണ്ടാക്കാനുള്ള മാവ് നനച്ച് അതൊന്ന് പൊളിക്കാൻ വേണ്ടി കാത്തിരുന്ന് ആ റൊട്ടി ഉണ്ടാക്കി കൊടുത്താലല്ലാതെ എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ രാവിലെ പ്രഭാതത്തിൽ ഒരൽപ്പം വൈകിട്ട് വരുന്നത്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ഹൃദയം ഇങ്ങനെ ഇടിക്കുകയാണ്. എന്തൊരു ലാളിത്യത്തിന്റെ ജീവിതമാണ് പുണ്യപ്രഭു ലോകത്തിനു നൽകിയതെന്ന്. ഹബീബായ തിരുനബി തങ്ങളുടെ പാഠശാലയിൽ നിന്ന് സ്വഹാബ അറിഞ്ഞ ജീവിതം എന്താണെന്ന് വീണ്ടും ചോദിച്ചു, അല്ലയോ ജനങ്ങളെ, രണ്ടാമത്തെ കംപ്ലൈന്റ് എന്താണ്? ലാ യുജീബു അഹദൻ ബിലൈലിൻ, ഒരു ദിവസവും ഞങ്ങൾക്ക് രാത്രിയിൽ ഞങ്ങളുടെ അമീർ രാത്രിയിൽ ഞങ്ങൾ ചെന്നാൽ ആൻസർ ചെയ്യാറില്ല. ഉടനെ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, അല്ലയോ സഈദേ, ഈ ഒരു കംപ്ലൈന്റ് ശരിയാണോ? അതേ, അതും പറയാൻ എനിക്ക് വിഷമമുണ്ട്. ആരും അറിയാൻ ഞാൻ ആശിച്ചതല്ല, നിർവാഹമില്ലാത്തത് കൊണ്ട് പറയുകയാണ്.
ഞാൻ പകല് മുഴുവനും ജനസേവനത്തിലാണ്, രാത്രിയായാൽ എന്റെ രാജാതിരാജനായ റബ്ബിനോടുള്ള ദാസ്യവേലയിലാണ്. നഹാറു അബീ ഹനീഫത ലിൽ ഇഫാദ വലൈലു അബീ ഹനീഫത ലിൽ ഇബാദ. ഞാനിവിടെ അമീറാണെന്നത് എന്റെ റബ്ബിന്റെ മുമ്പിൽ എനിക്കടുക്കാനുള്ള തടസ്സമാകരുത്. അതുകൊണ്ട് ഞാൻ രാത്രിയിൽ എന്റെ മുസല്ലയിലാണ്, ഞാൻ അല്ലാഹുവിനോടുള്ള ആരാധനയിലാണ്. അത് മുടക്കാൻ കഴിയില്ല. പകല് മുഴുവനും ഞാൻ ജനസേവനത്തിലാണ്, രാത്രിയായാൽ ഞാൻ എന്റെ റബ്ബിനോട് ചേർന്ന് നിൽക്കുകയാണ്. മൂന്നാമത്തെ ഒരു കംപ്ലൈന്റ് എന്താണ് ജനങ്ങളെ പറയാനുള്ളത്? ലാ യഖ്റുജു ഇലൈനാ യൗമൻ ഫിശ്ശഹരി, മാസത്തിൽ ഒരു ദിവസം അതാ മഹാനവറുകളിൽ ലീവാണ്. മാസത്തിൽ ഒരു ദിവസം ഞങ്ങളുടെ ഗവർണർ ലീവിലാണ്. ചോദിച്ചു, സഈദ് എന്നവരെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഉടനെ അവിടുന്ന് പറഞ്ഞു, എനിക്കിതും പറയാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, നിർവാഹമില്ലാതെ പറയട്ടെ. ലൈസ ലീ ഖാദിമുൻ യാ അമീറൽ മുഅ്മിനീൻ വലൈസ ഇൻദീ സിയാബുൻ ഗൈറുല്ലതീ അലയ്യ. എന്റെ പക്കൽ ഈ അണിഞ്ഞതല്ലാതെ വേറൊരു വസ്ത്രമില്ല. ഞാൻ മാസത്തിൽ ഒരിക്കൽ അത് അലക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. അത് അലക്കി ഉണക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു ദിവസം ലീവ് എടുക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് നമ്മുടെ വസ്ത്രത്തിൽ എത്ര ധൂർത്തന്മാരാണ്. നമ്മൾ ഇന്ന് ഒരുപാട് ജാടയ്ക്ക് വേണ്ടി വസ്ത്രം വാങ്ങുന്നവരാണ്. നമ്മളിവിടെ നിൽക്കുമ്പോഴും മുടുതുണിക്ക് മറുതുണിയില്ലാത്ത 10,000 ലോകത്ത്. അറിയുമോ നിങ്ങൾ? അതുകൊണ്ട് എന്റെ സദസ്സിലുള്ള ഉമ്മപെങ്ങന്മാരോട്, ജ്യേഷ്ഠാനുജന്മാരോട് പറയാനുള്ളത്, നേരത്തെ ശൈഖുനാ റഈസുൽ ഉലമാ ഉസ്താദ് അവറുകൾ പറഞ്ഞതുപോലെ, ഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇൻ അദാബി ലശദീദ്. അല്ലാഹു അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ നന്ദിയുള്ളവരായി ജീവിക്കണം. അല്ലാഹുവിനെ മറന്നുകൊണ്ട് നമ്മൾ ജീവിച്ചുകൂടാ. അല്ലാഹുവിനെ മറന്നാൽ റബ്ബിന്റെ ശിക്ഷ തടുക്കാൻ ഒരാൾക്കും സാധ്യമല്ല. നമ്മൾ റബ്ബ് തന്ന നിഅമത്തിന്റെ പേരിൽ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ ദീന് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഭൗതികമായ ജാടകളുടെ പേരിൽ നമ്മുടെ വീട്ടിലുള്ള ദീന് നഷ്ടമാവുകയാണ്. അങ്ങനെ വരല്ലേ. കണ്ടില്ലേ, നമ്മുടെ ഫായിസിന്റെ ഉപ്പ, അവിടുന്ന് 2 മക്കൾ നേരത്തെ മരണപ്പെട്ടു പോയി. പിന്നെയുള്ള ഒരു മകനും മകളുമാണ്. ആ മകനെ അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അയച്ചപ്പോൾ ആ മകൻ 19ാമത്തെ വയസ്സിൽ വിയോഗം തേടുമ്പോ, ഇവിടെ കൂടിയ നിങ്ങളല്ല, എന്റെ ശബ്ദം കേൾക്കുന്ന 100 കണക്കിന് പ്രവാസികളല്ല, കേരളത്തിലെ ലക്ഷക്കണക്കിന് SSFന്റെ മക്കള് മാത്രമല്ല, ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളുടെ ഖൽബ് തേങ്ങുകയാണ്. ആ ഉപ്പയുടെ ലക്ഷ്യം മകനെ കൊണ്ട് ആഖിറത്തിലെ ക്ഷേമമാണ്. അത് ചിന്തിച്ചപ്പോഴേക്ക് നീറുന്ന ലക്ഷങ്ങളുടെ ഖൽബ് കൊണ്ടുള്ള പ്രാർത്ഥന ആ കൂട്ടുകാരന് കിട്ടിപ്പോയില്ലേ.